എല്ലാവർക്കും നമസ്തേ. ഞാൻ സുനിത, ആസ്ട്രോളജറാണ്. ഇന്ന് ധനുരാശിയിലെ 2.25 നക്ഷത്രക്കാർക്ക് 2026 ഗ്രഹസ്ഥിതി എങ്ങനെയൊക്കെയാണ് അനുകൂലമായും പ്രതികൂലമായും സ്വാധീനിക്കുന്നതെന്നാണ് പറയാനായിട്ട് പോകുന്നത്. ധനുരാശിയിലെ 2.25 നക്ഷത്രം മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം അടങ്ങിയതാണ്. 2026 ധനുരാശിക്കാർക്ക് ജൂൺ മാസം വരെ അനുകൂലമാണ്. ജൂൺ മാസത്തിന് ശേഷം പ്രതികൂലമാണ്. ജൂൺ മാസം വരെ ബിസിനസ്സിലൊക്കെ പുരോഗതി ഉണ്ടാവും, ക്യാഷ് ഫ്ലോ ഉണ്ടാവും, ഭൂമി, വീട്, വാഹനം ഇതൊക്കെ സ്വന്തമാക്കാനും അനുകൂലം തന്നെയാണ്. വിദ്യാഭ്യാസ തൊഴിൽപരമായ പുരോഗതിയൊക്കെ ഉണ്ടാകുന്ന സമയം തന്നെയാണ് ജൂൺ മാസം വരെ. എന്നാൽ ജൂൺ മാസം മുതലുള്ള സമയത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള ജോലിയിലെ അപ്രതീക്ഷിതമായ പല വെല്ലുവിളികളുണ്ടാവാം, സാമ്പത്തികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടാം, അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കാനും ഓഹരി നിക്ഷേപങ്ങളൊക്കെ, അതായത് ഷെയർ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഈ സമയത്ത് വളരെ ശ്രദ്ധാപൂർവം വേണം ചെയ്യാൻ. പ്രത്യേകിച്ച് ഇൻട്രാഡേ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ഇനി എത്ര തന്നെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നാലും ആ സമയം വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ്. ജൂൺ മാസം മുതലുള്ള ഒരു വർഷക്കാലഘട്ടം. പണം കടം കൊടുക്കുന്നതൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. പ്രത്യേകിച്ച് ചിലപ്പം ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പണം കടം കൊടുത്തേ മതിയാകൂ എന്നത് ചില ക്രെഡിറ്റ് കൊടുക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാവാം. അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം എന്ന് പറയാവുന്നത് പ്രാക്ടിക്കലല്ല, അറിയാം. എന്നാലും കൃത്യമായ ഫോളോ അപ്പും ഒക്കെ ഉണ്ടാവണം എന്നുള്ളതാണ്. മാക്സിമം സേഫായിട്ട് വേണം അത്തരത്തിലുള്ള ഡീലുകളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് എന്നുള്ളത്. ഈ സമയത്ത് പഠനത്തിലും തൊഴിൽപരമായ കാര്യത്തിലുമൊക്കെ കൂടുതൽ കഠിനാധ്വാനം ആവശ്യമാണ്. കാലഘട്ടം പ്രതികൂലമായതുകൊണ്ട് തന്നെ വ്യക്തിബന്ധങ്ങൾ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. വിദേശ യാത്രകൾക്കും തീർത്ഥാടന യാത്രകൾക്കും ഈ കാലഘട്ടം അനുകൂലമാണെങ്കിലും ആരോഗ്യപരവും മാനസികവുമായ പലവിധ വെല്ലുവിളികൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. അതുപോലെ തന്നെ ജൂൺ മാസം മുതൽ എന്ത് തന്നെയായിരുന്നാലും മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടും അനുകൂലം തന്നെയാണെന്ന് പറയാൻ പറ്റും. സാമ്പത്തിക കാര്യത്തിൽ പക്വതയുള്ള നിലപാടുകൾ ഉണ്ടാവണം. കാരണം പലവിധ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ മറികടന്ന് പോകണമെങ്കിൽ പക്വതയുള്ള അനാവശ്യ ചിലവുകളൊക്കെ നിയന്ത്രിച്ചും പക്വതയുള്ളൊരു സാമ്പത്തിക അച്ചടക്കം നമ്മൾ കൊണ്ടുപോകേണ്ടതാണെന്ന് പറയാൻ പറ്റും. ജൂൺ മാസം വരെ പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ നടത്തുന്ന വ്യക്തികൾക്ക് അനുകൂലം തന്നെയാണ്. വിദ്യ, കല, ഭക്തി ഇതിലൊക്കെ പുരോഗതി ഉണ്ടാവും, സാമ്പത്തിക നേട്ടങ്ങളുണ്ടാവും. ജൂൺ മാസം വരെ പുതിയ സംസ്കാരങ്ങളെക്കുറിച്ച് അറിയാനും സാഹസിക യാത്രകളിൽ ഏർപ്പെടാനുമുള്ള താല്പര്യം വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ മെച്ചപ്പെട്ട ആശയവിനിമയ ശേഷി തൊഴിൽപരമായ വിജയങ്ങൾക്കും വിദ്യാഭ്യാസപരമായ ഉയർച്ചയ്ക്കും ഒക്കെ കാരണമാവുകയും ചെയ്യും ജൂൺ മാസം വരെ. എന്നാൽ ജൂൺ മാസത്തിന് ശേഷം സാമ്പത്തിക കാര്യത്തിൽ ശ്രദ്ധ ആവശ്യമാണ്. അപ്രതീക്ഷിതമായ ചിലവുകളും തടസ്സങ്ങളും സാധ്യതയുള്ളത് കൊണ്ട് തന്നെ പണം ഇടപാടുകൾ ശ്രദ്ധ എന്തുകൊണ്ടും ആവശ്യമാണ്. കുടുംബപരമായ സ്വത്ത് തർക്കങ്ങളും മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ഒക്കെ ആരോഗ്യപരമായും മാതാപിതാക്കൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ്? 4, 9 ഭാവങ്ങളിലൊക്കെ ഭാവഗ്രഹങ്ങളുടെ സ്വാധീനം ഉണ്ട് എന്നുള്ളത്. 4ാം ഭാവാധിപതി അഷ്ടമരാശിയിലാണ്, 4ാം ഭാവത്തിൽ ശനിയാണ്. ശനിയെ വ്യാഴവീക്ഷണമുണ്ട് എന്നൊക്കെ കാര്യം ശരിയാണ്. എന്നാലും 9ാം ഭാവത്തിൽ കേതുവാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ അമ്മയുടെ ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കേണ്ടതാണെന്ന് പറയാൻ പറ്റും. വിവേകപൂർണമായ നിലപാടുകൾ നമ്മൾ ആ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമാണ്. കുടുംബാംഗങ്ങളുമായി പലവിധ ചെറുതോ വലുതോ ആയിട്ടുള്ള പലവിധ അഭിപ്രായ വ്യത്യാസങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ സംസാരത്തിൽ അച്ചടക്കവും മിതത്വവും പല എതിർപ്പുകളൊക്കെ ഉണ്ടാവാം. എന്നാലും നമ്മൾ ക്ഷമയെ പാലിക്കേണ്ടത് ഈ ഒരു സമയത്ത്. നിസ്സാര പ്രശ്നങ്ങളെയൊക്കെ അവഗണിച്ചു പോവുക എന്നുള്ളതാണ് ഈ സമയത്ത് ഒത്തിരി നമ്മൾ ഓവർ റിയാക്ട് ചെയ്യാൻ നിന്നാൽ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാവും. അതുകൊണ്ട് എല്ലാത്തിലും ഒരു മിതത്വം പാലിച്ചു പോകുന്നതാണ് ഉത്തമം. ആത്മീയ വളർച്ച ഉണ്ടാവുമെങ്കിലും ജോലി മാറ്റം ആഗ്രഹിക്കുന്ന വ്യക്തികൾ ധൃതി പിടിച്ച് തീരുമാനങ്ങൾ എടുക്കാതെ കൃത്യമായ ആലോചനയ്ക്ക് ശേഷം മാത്രം തീരുമാനം എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണെന്ന് പറയാൻ പറ്റും. 10ാം ഭാവത്തിലോട്ടുള്ള ശനിയുടെ വീക്ഷണം തൊഴിൽ മേഖലയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങളും കഠിനാധ്വാനവും ആവശ്യമായി വരികയും ചെയ്യും. അഷ്ടമവ്യാഴം ജീവിതത്തിൽ വിവിധ മാറ്റങ്ങൾ ഉണ്ടാക്കിത്തരും. എന്നാൽ സാമ്പത്തിക കാര്യങ്ങളിൽ അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയാൻ പറ്റും. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ എടുത്തു ചാടിയുള്ള തീരുമാനങ്ങളൊക്കെ തന്നെയും ഗുണത്തെക്കാളേറെ ദോഷം വരുത്തി വയ്ക്കും. പ്രണയബന്ധങ്ങൾ, പഴയ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കി കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് പഴയ പ്രശ്നങ്ങളെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയാൻ പറ്റും. അത് മാനസിക സമ്മർദ്ദം ഒക്കെ ഉണ്ടാക്കും. പൊതുവേ തന്നെ മാനസിക സമ്മർദ്ദം
സമ്മർദ്ദം ഉറക്കത്തെ ബാധിക്കാനിടയുള്ളത് കൊണ്ട് തന്നെ ആരോഗ്യപരമായ ശ്രദ്ധ ആവശ്യമാണ്. അനാവശ്യ ചിലവുകൾ നിയന്ത്രിച്ച് ക്ഷമയോടെ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇടയ്ക്കിടെ മടിയും ഉത്സാഹക്കുറവും അനുഭവപ്പെടാം, അത് മറികടക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അച്ഛൻ്റെയും അമ്മയുടെയും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണ്ടിയതാണ്. പരമ്പരാഗത മതവിശ്വാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും. എന്തുകൊണ്ട്? 9 കേതുള്ളതുകൊണ്ട്. പിതാവുമായോ ഗുരുതുല്യരുമായ വ്യക്തികളുമായോ പിതാവ്, പിതൃതുല്യര്, ഗുരുക്കന്മാർ അവരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കരുത്. ദൈവത്തെ ഓർത്ത് ഈ കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. അത് നമ്മൾ അനാവശ്യമായിട്ട് പ്രകടിപ്പിക്കാൻ പോകരുത് എന്നുള്ളതാണ്. അനാവശ്യ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കാനും ഏകാന്തത ആഗ്രഹിക്കാനും ഒക്കെ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എഴുത്തുകാർക്കൊക്കെ അനുകൂലം തന്നെയാണ് ഈ സമയം. സാമ്പത്തിക ലാഭത്തിനായി കുറുക്കു വഴികൾ തേടുന്നത് ഒഴിവാക്കേണ്ടതാണ്. അതായത് മണി ചെയിൻ, മണി ബിസിനസ് ഇതൊക്കെ ഒഴിവാക്കണം. ആശയവിനിമയത്തിൽ വ്യക്തത കുറയാൻ ഇടയുള്ളത് കൊണ്ട് തന്നെ സംസാരത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാവാം. ആത്മീയ കാര്യങ്ങളെ കൂടുതൽ യാഥാർത്ഥ്യബോധത്തോടെ ഉൾക്കാഴ്ചയോടെയും കാണാൻ സാധ്യത വളരെ കൂടുതലാണ്. രാഹു ലൗകിക വിജയങ്ങളും പ്രശസ്തിയും ഒക്കെയാണ്. 3-ാം ഭാവത്തിലല്ലേ രാഹു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൗകിക വിജയവും പ്രശസ്തിയും ഒക്കെ നൽകുമ്പോൾ കേതു ആത്മീയതയിലോട്ടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും. എഴുത്തുകാർ, പ്രാസംഗികർ, കലാകാരന്മാർ, ശില്പികൾ, വാദ്യോപകരണ വിദഗ്ധർ, കായിക താരങ്ങൾ, സൈനികർ, രാഷ്ട്രീയ പ്രവർത്തകർ, ആത്മീയ ഗുരുക്കന്മാർ ഇവർക്കൊക്കെ ഈ കാലഘട്ടം വളരെ അനുകൂലം തന്നെയാണ്. 9-ാം ഭാവത്തിലെ കേതു ഉന്നത വിദ്യാഭ്യാസത്തിന് ചില തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം. പഠനകാര്യത്തിൽ അലസതയും വൈകല്യം ഒക്കെ, അപ്പോൾ അലസതയും മടിയും ഒക്കെ ഉണ്ടാവാം എന്നുള്ളതാണ്. തീരുമാനങ്ങൾ കുറ്റബോധമോ നിരാശയോ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ആത്മവിശ്വാസം നിലനിർത്തണം. പ്രണയബന്ധങ്ങളിൽ വിശ്വാസം കുറയാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് ഈ സമയത്ത്. എങ്കിലും പിതാവിൽ നിന്നോ പിതൃതുല്യരിൽ നിന്നോ കുടുംബ സ്വത്തോ സാമ്പത്തികമായ സഹായങ്ങളോ ലഭിക്കാൻ യോഗമുണ്ടെന്ന് പറയാൻ പറ്റും. കഠിനാധ്വാനത്തിലൂടെ ജോലിയിലും ബിസിനസ്സിലും ഒക്കെ മുന്നേറ്റം നേടാൻ കഴിയും. പക്വതയും ഉത്തരവാദിത്വ ബോധവും പ്രകടിപ്പിക്കും. ഏത് സാഹചര്യത്തിലും ക്ഷമയോടെ നേരിടാനും കുടുംബത്തെ സംരക്ഷിക്കാനും കഴിയുകയും ചെയ്യും എന്നുള്ളതാണ്. അമ്മയുമായും ജീവിത പങ്കാളിയുമായും നല്ല ബന്ധം പുലർത്തുകയും സഹാനുഭൂതി കാണിക്കുകയും ചെയ്യും. സാമ്പത്തിക സമ്മർദ്ദങ്ങൾ മൂലം ചിലപ്പോൾ വസ്തുവകൾ വിൽക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി താമസം മാറ്റേണ്ടി വരാൻ, അതായത് ജോലിയുടെ ആവശ്യങ്ങൾക്കായി റീലൊക്കേറ്റ് ചെയ്യാൻ ചാൻസ് ഭയങ്കര കൂടുതലാണെന്ന് പറയാൻ പറ്റും. പിന്നെ അപ്രതീക്ഷിതമായ ധനലാഭത്തിനും യോഗം ഉണ്ടെന്ന് പറയാൻ പറ്റും. ഗവേഷണ രംഗത്തുള്ള വ്യക്തികൾക്കും മൈനിങ് ആൻഡ് ജിയോളജി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലം തന്നെയാണ്. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിന് കൃത്യമായ സാമ്പത്തിക ആസൂത്രണം നിർബന്ധമാണ്. ഉയർന്ന റിസ്ക് ഉള്ള നിക്ഷേപങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ആശയവിനിമയ ശേഷിയും മാർക്കറ്റിംഗ് സ്കില്ലും ഒക്കെ മെച്ചപ്പെടുത്താനായിട്ട് രാഹു സഹായിക്കുകയും ചെയ്യുമെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ധനുരാശിയിലെ 2.25 നക്ഷത്രക്കാർക്ക് 2026 കുറച്ച് ഫലം. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനിയും കാണാം. ബൈ.